കൊൽക്കത്തയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ മഹാറാലിയുമായി ഇടതു തൊഴിലാളി സംഘടനകൾ CITU, ഓൾ ഇന്ത്യ കിസാൻ സഭ, അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയൻ എന്നിവരുടെ ആഭിമുഖ്യത്തിലായിരുന്നു റാലി. തൊഴിലാളി മേഖലയെ ചൂഷണം ചെയ്യുന്ന കേന്ദ്ര തൊഴിൽ നിയമം പിൻവലിക്കണമെന്നാണ് സംഘടനകൾ ആവശ്യപ്പെടുന്നത്. പതിനായിരങ്ങളാണ് ഈ റാലിയിൽ അണിനിരന്നത്. കേന്ദ്ര മമത സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധത്തിനാണ് കൊൽക്കത്ത സാക്ഷ്യം വഹിച്ചത്. CITU, ഓൾ ഇന്ത്യ കിസാൻ സഭ, അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയൻ എന്നിവരുടെ ആഭിമുഖ്യത്തിലായിരുന്നു റാലി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നിയമം പിൻവലിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുക, തൊഴിലാളികൾക്ക് 200 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റാലി സംഘടിപ്പിച്ചത്. വിവിധ മേഖലകളിൽ നിന്നായി 10,000-ലധികം പേർ റാലിയായി ബ്രിഗേഡിയർ മൈതാനത്തെത്തി. ചേരി നിവാസികളെ കുടിയൊഴിപ്പിക്കുന്ന മമത സർക്കാരിനെ നടപടി നിർത്തലാക്കണമെന്നും കാർഷികോൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില ഏർപ്പെടുത്തി കാർഷിക മേഖലയെ സംരക്ഷിക്കണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു. സംഘർഷങ്ങളിലൂടെ സാമുദായിക ധ്രുവീകരണം നടത്തുന്ന BJP മമത കൂട്ടുകെട്ടിനെതിരെയും പ്രതിഷേധം ഉയർന്നു. CPIM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സാലിം, അനാദി സാഹു, അമൽ ഹൽദാർ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. സാധാരണക്കാരും കർഷകരും ഉൾപ്പെടെ 10,000-ലധികം പേരാണ് പ്രതിഷേധത്തിൽ അണിനിരുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.